ഇതൊക്കെ നാളെ മറ്റേ തമ്മയിലായിട്ട് വരുമായിരിക്കുമല്ലോ അല്ലേ? ഞാൻ കുറച്ചു ദിവസമായിട്ട് കാണുന്നുണ്ട്. ഞാൻ ഇങ്ങനെയാണോ പറഞ്ഞത് എന്ന് വിചാരിച്ചു. വളരെ സന്തോഷമുള്ള ഒരു കാര്യം. സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന കൊച്ചി ഭാഷയാണ്. അയ്യോ, അത് ഡബ് ചെയ്തപ്പോ സാജിദ് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക്. ഓർമ്മ വരുന്ന ഏതെങ്കിലും ഒരു സംഭവം അല്ല, അതിനകത്ത് നായകന്റെ കൂടെ നിൽക്കുമ്പോഴത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ടല്ലോ, ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അത് അവസാനം എന്തായാലും വരില്ല. കാരണം അത് സിനിമയിൽ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഞാൻ ഇങ്ങനെയാണോ പറഞ്ഞത് എന്ന് വിചാരിച്ചു പോയി. അല്ല, ഞാനും ആക്ച്വലി നോട്ട് ചെയ്തായിരുന്നു. കാരണം ഞാൻ അത് ഡബ് ചെയ്തപ്പോൾ പറഞ്ഞത് പോലും എൻ്റെ തലയിൽ രജിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സ്ലാങ്ങിലാണ് പറയുന്നതെന്നുള്ളത്. സാജിദ് അതെ സത്യമായിട്ടും ഞാൻ സിനിമ മറ്റേ പ്രിവ്യൂവിന് പോയി കണ്ടപ്പോഴാണ് അത് എന്താ ഞാൻ ഇങ്ങനെയൊക്കെയാണല്ലേ പറഞ്ഞത് എന്ന് മനസ്സിലായത്. അത് സാജിദ് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സ്ലാങ് പഠിക്കാൻ വേണ്ടിയിട്ട് പുള്ളിയാണ് ഹെൽപ്പ് ചെയ്തത്. അപ്പം അതിപ്പോൾ വരാൻ പാടായിരിക്കും. ഖൽബ് എന്താ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് മാത്രം പറയുന്നൊരു ചിത്രമല്ല. എല്ലാ തരത്തിലുള്ള റിലേഷൻഷിപ്സിനെ കുറിച്ചും പറയുന്നൊരു മൂവിയാണ്. അപ്പോൾ എന്താ വളരെ എന്താ അതെ ഫ്രണ്ട്ഷിപ്പ്, ഫാദർ സൺ, മദർ ഡോട്ടർ, ഫാദർ ഡോട്ടർ, അങ്ങനെ ഉള്ള പലതരം റിലേഷൻഷിപ്പുകളെ കുറിച്ച് പറയുന്ന ഒരു മൂവിയാണ്. ആൻഡ് എന്താ ഇതൊക്കെ നാളെ മറ്റേ തമ്മയിലായിട്ട് വരുമായിരിക്കുമല്ലോ അല്ലേ? ഞാൻ കുറച്ചു ദിവസമായിട്ട് കാണുന്നുണ്ട്. അല്ല, അപ്പോൾ അങ്ങനത്തെ ഒരു മൂവിയാണ്. ആൻഡ് ഓൾസോ ഇമോഷണലി ഭയങ്കര നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്ന ഒരു മൂവിയാണ്. സെക്കൻഡ് ഹാഫിൽ പ്രത്യേകിച്ച് ഞങ്ങളെല്ലാവരും പലവണ സിനിമ കണ്ടിട്ടും വീണ്ടും ആ സിനിമകളൊക്കെ വരുമ്പോൾ നമുക്കും കുറച്ചിങ്ങനെ അയ്യോ എന്ന് പറഞ്ഞിട്ടുള്ള ഫീല് അത് നല്ലോണം എന്താ ഇമോഷണലി നമ്മളെ ടച്ച് ചെയ്യുന്നൊരു മൂവി തന്നെയാണ്. സിദ്ദിഖാൻ്റെ ഒക്കെ ഒരു ഡയലോഗ് ഉണ്ട്, ഭയങ്കര ഒരു വിഷമമായി പോവും. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.